സ്മഗ്ലർ വില്യംസ്. അതേടാ, സ്മഗ്ലർ വില്യംസ് തന്നെ. വില്യം സായിപ്പ്. വലിയ പെരിച്ചാഴിക്ക് ചുണ്ടലിയെ കണ്ടപ്പോ പുച്ഛം. നീ കോടികൾ കടത്തി നാടിനെ തൊലച്ച കോടീശ്വരൻ. ഞാനോ ഒരു കുപ്പി സ്കോച്ചും അരക്കാട്ടൻ 555 2 പാക്കറ്റ് വിൽക്കിൻസൺ ബ്ലേഡും വിറ്റ് നടന്ന തെണ്ടി സ്മഗ്ലർ. പക്ഷെ ഞാനത് ചെയ്തത് രാജ്യത്തെ ഒറ്റുകൊടുക്കാനല്ലായിരുന്നു. എന്റെ ഭാര്യയ്ക്കും പെങ്കൊച്ചിനും ഒരു നേരത്തെ ചാക്കരി മേടിക്കാനാ. സ്മഗ്ലറുടെ വീട്ടിൽ പലപ്പോഴും അത്താഴത്തിന് ആ ചാക്കരി പോലും ഇല്ലായിരുന്നല്ലോ. ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചതല്ല. ലക്ഷ്മിയോട് ജൂലി പറഞ്ഞതാ. സ്മഗ്ലറുടെ ഏക മകൾ ജൂലി. അതേടാ, അത്താഴ ഭക്ഷണിക്കാരാ ഞങ്ങള്. ആരോരുമില്ലാതെ അലഞ്ഞു കിടക്കുന്ന എന്റെ മകൾ ജൂലിയാണ് നിനക്ക് വേണ്ടത്. എന്തിനാ? ചുട്ടു കൊല്ലാനോ? ലക്ഷ്മിക്കുഞ്ഞിനെ കൊന്നതുകൊണ്ട് ഒരു പ്രതികാരം നടത്തിയെന്നെങ്കിലും നിനക്ക് തോന്നാം. നിനക്ക് എന്തിനാടാ എന്റെ മോള്? കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അലഞ്ഞു നടക്കുന്ന എന്റെ മോള് നിന്റെ 10,000 രൂപ കണ്ടാ ചിലപ്പോ വീഴും, കൂട്ടുകാരെ ചുട്ടുകരിച്ചതിനോട് ക്ഷമിക്കും എന്നൊരു ധാരണയുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ വേണ്ട. തന്തയ്ക്ക് പറഞ്ഞവളാ അവള്. ലക്ഷ്മി പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ജൂലിയെ സഹായിക്കണം, കൈവിടരുത്. അവൾ ചെയ്തിരുന്ന സഹായങ്ങളെല്ലാം ഞാൻ തുടരണം, തുടരും, നിങ്ങൾ വിലക്കിയാലും. എന്തിനയാൾ എന്നെ സഹായിക്കുന്നു? ഒരു ഉദ്ദേശമേ ഉള്ളൂ. സാറിന് ഇനി അത് മനസ്സിലായില്ലേ? ഹരിപ്രസാദിന്റെ കേസിൽ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയാണ് സാർ ഞാൻ. ദൃക്സാക്ഷി അല്ലെങ്കിലും എങ്ങനെ, എപ്പോ, എവിടെ ഇതിനൊക്കെ വാല്യുബിളായ തെളിവ് കൊടുക്കാൻ കഴിവുള്ള സാക്ഷി. അയാളുടെ അണ്ടർവേൾഡ് കണക്ഷനെ പറ്റി മൊഴി കൊടുക്കാൻ ധൈര്യമുള്ള സാക്ഷി. അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ലക്ഷ്മി എന്റെ ആത്മസുഹൃത്തായിരുന്നു, പിറക്കാതെ പോയ എന്റെ സഹോദരിയായിരുന്നു എന്നൊക്കെ വായ്ത്താരി അടിക്കുന്ന ഒരു സാധാ ജേർണലിസ്റ്റ് ഫ്രോഡാവില്ലേ സാർ ഞാൻ? 10,000 രൂപ എന്നെ വിലയ്ക്ക് വാങ്ങാൻ അയാൾക്ക് കഴിയില്ല. അവന്റെ സാമ്രാജ്യം മുഴുവൻ വിറ്റ് എന്റെ കയ്യിൽ തന്നാലും ക്ഷമിക്കില്ല ഞാൻ. ശിക്ഷിക്കപ്പെടണം, മൃഗീയമായി. ലക്ഷ്മിയെ കൊന്നതിനേക്കാൾ മൃഗീയമായി. കാം ഡൗൺ ജൂലി. ലൈഫ് റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും തന്റെ ആർജവം എനിക്ക് ഇഷ്ടമായി. ഏറ്റുമുട്ടാൻ പോകുന്ന ചില്ലറക്കാരോടല്ല. ഓക്കെ, അത് പറഞ്ഞ് ഞാൻ ഭയപ്പെടുത്തുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് യു ക്യാൻ റീഡ് ദിസ് ലെറ്റർ. എന്തിന്? വാട്ട് ഫോർ? അച്ഛൻ അയച്ച കത്തല്ലേ കുട്ടി, അതും ജയിലധികൃതരുടെ കൈപ്പെടാതെ ഏതോ പച്ചക്കറിക്കാരന്റെ കൈ കൊടുത്തുവിട്ട് പോസ്റ്റ് ചെയ്ത കത്ത്. വേണ്ട, എനിക്കങ്ങനെ ഒരു ഡാഡി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ സർ പ്ലീസ് എന്റെ വിൽ പവർ തകർക്കരുത്. ഓക്കെ, ആസ് യു വിഷ്. സർ, ഞാൻ പറഞ്ഞത് മറക്കരുത്. ഹരിപ്രസാദുമായി ജസ്റ്റ് an ഇന്റർവ്യൂ. ഫൈനൽ എക്സാമിന്റെ സമയമായി. പത്രമാസികൾ സ്കൂപ്പും ന്യൂസും വ്യൂസും ഒക്കെ കൂട്ടിക്കുഴച്ച് എഴുതി തൊലച്ചാണ് ഹരിപ്രസാദിന്റെ കേസ്. താൻ ഇനി പുതുതായിട്ട് എന്ത് എഴുതാൻ പോകുന്നു? നത്തിങ്. പ്രാക്ടിക്കൽ തീസിന് ഒരു മാറ്റർ ആയി പോലും എനിക്കിത് പരിഗണിക്കാൻ കഴിയില്ല. വേണ്ട, ഇക്കാര്യത്തിൽ എനിക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഇല്ല സർ. പ്ലീസ് ഒരു ഇന്റർവ്യൂ, അതും എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ. ഐ മീൻ, ഞാൻ ആരാണെന്നറിയാതെ ഒരു ഇന്റർവ്യൂ. സബ് ജയിലിൽ വെച്ച് പത്രക്കാരും ടി വിക്കാരും കയറിയിറങ്ങി ഹരിപ്രസാദിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. പത്രക്കാരെന്നല്ല, പത്രം എന്നൊരു പേര് പറയുന്നവനെ തട്ടാനുള്ള മൂഡിലാണ് അയാൾ. പക്ഷേ മിസ് രേണുകയുടെ റിക്വസ്റ്റ് പറഞ്ഞപ്പോ ഒരെതിരും പറയാതെ അയാൾ അത് ആ വിസിറ്റേഴ്സ് റൂമിൽ വന്നിരിപ്പുണ്ട്. ഹരിപ്രസാദിന് ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ഇല്ല. ആ, വരൂ. വരൂ. ഹലോ, ഐ എം രേണുക. വിലങ്ങ് വെച്ചിരിക്കുക ഒരു മുൻകരുതൽ.
തീഹാർ ജയിൽ പോലും പ്രശ്നമല്ലെന്ന് പറഞ്ഞ വീരനല്ലേ? എന്ത് തരികിടയാ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. യു വാണ്ട് എ പ്രൈവറ്റ് ടോക്ക്? യെസ്. ഓക്കെ, ഷുവർ. താങ്ക് യു സർ. ഐ എം രേണുക ഫ്രം. ബയോഡേറ്റ വേണ്ട, ചോദ്യങ്ങളാവാം. ആൻഡ് പ്ലീസ് ബി ക്വിക്ക്. ഈ ഇരിപ്പ് വല്ലാത്തൊരു അൺഈസിനെസ്സാ, പെയിൻഫുൾ ടു. ലക്ഷ്മിയെ കൊന്നു. ശശിയെയും ചുട്ടുകരിച്ചു. എന്തിനായിരുന്നു? നിങ്ങളൊരു വഞ്ചകനാണെന്നറിയാതെ, നിങ്ങളുടെ കുലവും തൊഴിലും മാന്യതയും അറിഞ്ഞിട്ട് പോലും അവൾ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലേ? പിന്നെ എന്തിനായിരുന്നു? പ്രതികാരം, ലക്ഷ്മിയുടെ അച്ഛനോടുള്ള പ്രതികാരം അല്ലേ? അച്ഛനോടുള്ള പ്രതികാരം മോളോട് തീർക്കുന്നതാണോ ബോംബെ അണ്ടർവേൾഡിന്റെ നാട്ടു നടപ്പ്? ഇത്രയും വിദ്യാഭ്യാസവും സ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉള്ള നിങ്ങൾ വെറും ഒരു പഴയകാല നാട്ടുരാജാവിനോട്, അതും വൃദ്ധനായ ഒരു മനുഷ്യനോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ ധൈര്യമില്ലാതെ അദ്ദേഹത്തിന്റെ മകളെ ബലിയാടാക്കി. ലജ്ജയില്ലേ നിങ്ങൾക്ക്? യു ആർ എ കൗവാർഡ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭീരു അല്ലേ? അതെ, ഭീരുവാണ്. ഞാൻ സ്നേഹിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ ദുഃഖിക്കുന്നതും ദുരിതത്തിലാവുന്നതും കാണാനുള്ള ശക്തി എനിക്കില്ല. എനിക്ക് പേടി എന്റെ മനസ്സിനെ, മനസാക്ഷി. കുട്ടിക്കിനി പുതുതായി ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കണ്ടും കേട്ടും വായിച്ചും ഊഹിച്ചും പഴകിത്തേഞ്ഞ കുറെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. അതിനപ്പുറം ഒരു പ്രയോജനവും ഈ കൂടിക്കാഴ്ച കൊണ്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോൺ ക്രിമിനൽസ് ഒക്കെ പബ്ലിസിറ്റി മാനിയാക്സ് ആണല്ലോ. BBC ഇന്റർവ്യൂ നിഷേധിച്ച നിങ്ങൾ എന്നെപ്പോലുള്ള ഒരു ന്യൂ ഫേസിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു? അതും നേരത്തെ പറഞ്ഞ പോലെ അൺകംഫർട്ടബിൾ, പെയിൻഫുൾ ആയ ഒരു ഇരിപ്പും. താൻ എനിക്ക് ന്യൂ ഫേസ് അല്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. ആത്മസുഹൃത്തിന്റെ ആൽബത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് തന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ കണ്ടിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതെ പോയോ തനിക്ക്? നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആവില്ല. ലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് അതെന്നും പാലിക്കാൻ ഞാൻ തയ്യാറാണ്. പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ഫോൺ നമ്പർ തരാം. പണം ഹോസ്റ്റലിലെത്തും. കൈക്കൂലിയല്ല. ഹരിപ്രസാദ് കൈക്കൂലി കൊടുത്ത് വളയ്ക്കാൻ മാത്രം പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് ഒന്നും ആയിട്ടില്ല നീ. ആവട്ടെ, ഫൈനൽ എക്സാം എടുത്തില്ലേ? പോയിരുന്ന് പഠിക്ക്. അല്ലാതെ ഈ കോലത്തിലുള്ള വസ്ത്രവും ധരിച്ച് ജയിലായ ജയിലൊക്കെ കയറി ഇറങ്ങി സ്ത്രീഗന്ധമേൽക്കാതെ വീർപ്പുമുട്ടി കഴിയുന്ന ജയിൽ പുള്ളികളുടെ ലിബിഡ് ഉണർത്താതെ. മോളെ, ഇവിടം വരെ വന്നിട്ടും എന്നെ ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ നിനക്ക്? എല്ലാം എന്റെ തെറ്റാണ് മോളെ. കഴിയുമെങ്കിൽ ഈ കിളവനോട് മോള് ക്ഷമിക്കണം. ഇപ്പൊ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും. ഞാൻ മരിച്ചിട്ടായാലും മതി. അതെ, മരിച്ചു കഴിഞ്ഞു മതി. സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ മരിച്ചവരെ ഓർമ്മ പെരുന്നാളിന് മോള് കുർബാന ചൊല്ലിക്കുമല്ലോ. അപ്പൊ ഡാഡിക്ക് വേണ്ടി ഒരു ഒപ്പീസെങ്കിലും ചൊല്ലിക്കണം. ആയിസെത്തിപ്പോയി മോളെ. അതാ ഇപ്പൊ പറയാൻ കാര്യം. ഒരു കുമ്പസാരം പോലെ. ഇനി ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? പൊയ്ക്കോ മോള്, പൊയ്ക്കോ.